ഹലോ മക്കളെ, നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് 10ാം ക്ലാസ് മാത്സിലെ സാധ്യതകൾ ഗണിതം, മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. അപ്പോൾ വളരെ ചെറിയൊരു ചാപ്റ്ററാണ്, വളരെ കുറഞ്ഞ ചോദ്യങ്ങളാണ് എക്സാമിന് ഈ ചാപ്റ്ററിൽ നിന്ന് വരാറുള്ളത് അല്ലേ. അപ്പോൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാം. ആദ്യം നമുക്ക് ഒരു ബോക്സ്, ആ ബോക്സിൽ 10 പന്തുകളുണ്ട്, 10 ബോൾസ് ഉണ്ട്. അതിൽ 6 എണ്ണം ബ്ലാക്കാണ്, അതുപോലെ തന്നെ 4 എണ്ണം വൈറ്റുമാണ്, 4 എണ്ണം വെള്ളയാണ്. ഈ ബോക്സിൽ നിന്ന് ഒരു ബോൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ അത് ബ്ലാക്ക് വരാനുള്ള പ്രോബബിലിറ്റി എന്തായിരിക്കും, ബ്ലാക്ക് കിട്ടാനുള്ള സാധ്യത എന്തായിരിക്കും? ആകെ ഉള്ളത് 10 ആണ് അല്ലേ. ആ 10 എണ്ണത്തിൽ ബ്ലാക്ക് എത്രയാണ് വരുന്നത്, കറുപ്പ് എത്ര എണ്ണം വരുന്നത്, 6 ആണ്. അപ്പോൾ 6/10 വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം. 3/5 എന്ന് പറഞ്ഞിട്ട് സിംപ്ലിഫൈ ചെയ്യാം അല്ലേ, ഹാഫ് എടുത്തിട്ട് ചെയ്യാം. ദെൻ അതുപോലെ തന്നെ വൈറ്റ് കിട്ടാനുള്ള പ്രോബബിലിറ്റിയോ വെള്ള കിട്ടാനുള്ള പ്രോബബിലിറ്റിയോ മൊത്തം 10 എണ്ണം ഉള്ളത്. 10 എണ്ണത്തിൽ നമുക്ക് വൈറ്റ് കിടക്കുന്നത്, വെള്ള കിടക്കുന്നത് 4 എണ്ണമുള്ളത് അല്ലേ. അപ്പോൾ 4/10 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2/5 എന്ന് കിട്ടും. ഓക്കെ, വേറെ കാര്യം കൂടെ പറയട്ടെ, ഒന്ന് നോക്കിക്കേ. ഇതേ ചോദ്യം തന്നെ, ഈ ചോദ്യത്തിൽ, ഈ തരത്തിലുള്ള ചോദ്യത്തിൽ തന്നെ ബ്ലാക്ക് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 7/10 ആണ്. ബ്ലാക്ക് കിട്ടാൻ, വെള്ള കിട്ടാൻ, കറുപ്പ് കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് 7/10 ആണ്. ഇപ്പോൾ വേറെ കാര്യങ്ങളൊന്നും തന്നിട്ടില്ല, അതിലാകെ ഉള്ളത് വൈറ്റും ബ്ലാക്കുമാണ്. അതുപോലെ ബ്ലാക്ക് കിട്ടാനുള്ള പ്രോബബിലിറ്റി, കറുപ്പ് കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് അവിടെ തന്നിട്ടുണ്ട് 7/10 എന്ന്. വേറെ നമ്പേഴ്സ് ഒന്നും തന്നില്ല, ഇത് മാത്രമേ തന്നിട്ടുള്ളൂ. ഇതിന്ന് വൈറ്റ് കിട്ടാനുള്ള പ്രോബബിലിറ്റി, വെള്ള കിട്ടാനുള്ള സാധ്യത എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? 10ൽ 7 ഇത് ഇവിടെ ഉണ്ട് അല്ലേ. 10ൽ ഇനി എത്ര ബാക്കിയുള്ളത്? 3 അല്ലേ. അപ്പോൾ 10ൽ 3 ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. പറഞ്ഞാൽ മനസ്സിലായോ? അതിന് വേറെ നമ്പേഴ്സ് ഒന്നും തരേണ്ട ആവശ്യമില്ല, സാധ്യത പ്രോബബിലിറ്റി മാത്രം തന്നാൽ മതി. ഓക്കെ, നമുക്ക് ഇനി ഇത് വെച്ചുള്ള ചോദ്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നോക്ക്, natural numbers from 1 to 40 are written on paper slips and are put in a box. One slip is taken from the box. What is the probability of getting a multiple of 5? 1 മുതൽ 40 വരെയുള്ള സംഖ്യകൾ എഴുതിയ കടലാസ് കഷ്ണങ്ങൾ ഒരു പെട്ടിയിലിട്ടിട്ടുണ്ട്. അതിൽ നോക്കാതെ അതൊന്നൊന്ന് എടുത്താൽ 5ൻ്റെ ഗുണിതമാകാനുള്ള സാധ്യത എന്താണെന്നുള്ളത് അല്ലേ. അപ്പോൾ ഇത് എഴുതി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇവിടെ എഴുതാം കേട്ടോ. 5ൻ്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാണ് വരിക? എത്ര വരെ ഉണ്ട്? 1 മുതൽ 40 വരെ ഉള്ളതിൽ 5ൻ്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാണ്? 5 വരും അല്ലേ. ഇത് എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ, നിങ്ങൾ മനസ്സിൽ ചെയ്താൽ മതി. 10 വരും, 15 വരും അല്ലേ, 20 വരും, 25 വരും, 30 വരും, 35 വരും, 40 വരും അല്ലേ. അപ്പോൾ അത് എത്ര എണ്ണം ഉണ്ട് നോക്ക്? 1, 2, 3, 4, 5, 6, 7, 8 അല്ലേ. നിങ്ങൾക്ക് ഇതിങ്ങനെ എഴുതേണ്ട ആവശ്യമുണ്ടോ? 8, 5, 40 അറിയാം. അപ്പോൾ 8 ഗുണിതങ്ങളുണ്ട്. അപ്പോൾ ആ 8 ഗുണിതങ്ങൾ 1 മുതൽ 40 വരെ 40 നമ്പേഴ്സാണ് ഉള്ളത്. അപ്പോൾ 40 സംഖ്യകളിൽ 8 എണ്ണം ഉള്ളത്, 8 5ൻ്റെ മൾട്ടിപ്പിൾസാണ് ഉള്ളത്. അപ്പോൾ 8/40. ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ 8/40 എന്ന് പറഞ്ഞ നമ്പർ എവിടെയെങ്കിലും ഉണ്ടോ നോക്ക്, ഉണ്ടോ? ഇല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് സിംപ്ലിഫൈ ചെയ്യണം അല്ലേ. അപ്പോൾ 8നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 4 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ 2 എന്ന് വരും. 40നെ 4 കൊണ്ട് ഹരിച്ചു, 40നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 10 എന്ന് വരും അല്ലേ. 2/10 ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ അത് വീണ്ടും ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യണം. 2ൻ്റെ ഹാഫ് 1, 10ൻ്റെ ഹാഫ് 5, 1/5 ഇതിൻ്റെ ആൻസറിലുണ്ടോ നോക്ക്. ഓപ്ഷൻ എ ആണ് ആൻസർ അല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് ചോദ്യം. അപ്പോൾ ഇത് നമുക്കറിയാലോ, ഇപ്പോൾ പുതിയ പാറ്റേൺ അനുസരിച്ച് ഇതുപോലത്തെ ഓപ്ഷൻ വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ അതിലൊക്കെ വരാവുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. എ ബോക്സ് കണ്ടെയ്ൻസ് 15 റെഡ് ബീഡ്സ് ആൻഡ് സം ബ്ലൂ ബീഡ്സ്. We take 1 bead from this box without looking, then probability of getting a blue bead is 4/9. ഓക്കെ, അപ്പോൾ മലയാളം, ഒരു സഞ്ചിയിൽ 15 മുത്തുകളും കുറേ നീല മുത്തുകളുമുണ്ട്. അതിൽ നോക്കാതെ അതിൽ നിന്നൊരു മുത്തെടുത്തു, നീലമുത്ത് കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് 4/9 ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ടു ഗെറ്റിംഗ് എ റെഡ് ബീഡ്? ചുവന്ന മുത്ത് കിട്ടാനുള്ള സാധ്യത എന്താണ്? ഓക്കെ, ഇത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ. ബ്ലാക്ക് കിട്ടാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 4/9 ആണ്. അപ്പോൾ റെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റിയോ ചുവപ്പ് കിട്ടാനുള്ള സാധ്യതയോ 9ൽ 4 ഇവിടെ ഉണ്ട്, ബാക്കി 9ൽ എത്ര ഉണ്ട്? 5. അപ്പോൾ 5/9. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ 5/9.
കേട്ടോ. ഇനി അടുത്തത് ഫൈൻഡ് ദ നമ്പർ ഓഫ് ബ്ലൂ ബീഡ്സ്. ബ്ലൂ ബീഡ്സിൻ്റെ നമ്പർ എത്രയാണെന്നുള്ളത് കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഈ റെഡ് ബീഡ് വെച്ചിട്ടാണ്, ഈ ചുവന്ന മുത്ത് വെച്ചിട്ടാണ് ഞാനത് ചെയ്യുന്നത്, ബ്ലൂവിൻ്റെ നമ്പർ കണ്ടെത്താൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ഇവിടെ നോക്കിക്കോ, സോറി, ബ്ലൂ ബീഡിൻ്റെ പ്രോബബിലിറ്റി, നീലമുത്ത് കിട്ടാനുള്ള സാധ്യത വെച്ചിട്ട് നമുക്കതൊന്ന് പറഞ്ഞു നോക്കാം കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചോ. 5/9 ഇവിടെ ഉണ്ട്, 5/9 അല്ലേ. ഇതെന്താ, റെഡാണ് കേട്ടോ. റെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ്, ചുവപ്പ് കിട്ടാനുള്ള സാധ്യതയാണ്. അതിൽ 15 റെഡ് ബീഡ് ഉണ്ട് അല്ലേ. 15 റെഡാണുള്ളത്, 15 റെഡ്. ഈ 15 എന്നുള്ള സാധനം സിംപ്ലിഫൈ ചെയ്തപ്പോഴാണ് ഈ 5 കിട്ടിയത് അല്ലേ. എങ്ങനെയത്, 5നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ 15 കിട്ടുക? 3 അല്ലേ. 5 × 3 ആണ് ഈ 15 എന്ന് പറയുന്നത്. അപ്പോൾ 9 × 3 എത്രയാ? 27. അപ്പോൾ ഈ 27 അല്ലേ ടോട്ടൽ നമ്പർ ഓഫ് ബീഡ് എന്ന് പറയുന്നത്. ആകെ മുത്തുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 27 അല്ലേ. ഒന്നും കൂടെ പറയാൻ ശ്രദ്ധിച്ചോ. റെഡ് ബീഡ് കിട്ടാനുള്ള സാധ്യത പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 5/9 ആണ്. അതിൽ റെഡാണ് ചോദിച്ച് തന്നത്, ചുവന്നത് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. എത്രയാണ് തന്നത്? 15 തന്നത്. അപ്പോൾ ആ 15 ഇവിടെ എഴുതി. 5നെ 3 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് ഈ 15 കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഈ 9നെ 3 കൊണ്ട് ഗുണിക്കുക, അപ്പോൾ 27 കിട്ടി. ഈ 15/27 എന്നുള്ളത് സിംപ്ലിഫൈ ചെയ്തപ്പോഴാണ് 5/9 കിട്ടിയത്. അപ്പോൾ ഇതാണ് ടോട്ടൽ നമ്പർ ഓഫ് ബീഡ്. ആകെ മുത്തുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 27 ആണ്. അപ്പോൾ ഫൈൻഡ് ദ നമ്പർ ഓഫ് ബ്ലൂ ബീഡ് എന്നാണ് അല്ലേ. അപ്പോൾ ഇതിൽ ആകെ മുത്തുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 27 ആണ്. ആ 27ൽ 15 റെഡ് ഉണ്ട്. അപ്പോൾ ബ്ലൂ എന്താണ്, നീല എന്താണ്? മൊത്തം 27 ആണുള്ളത്, അതിൽ 15 എണ്ണം അല്ലേ. അപ്പോൾ ആ 27ന്ന് 15 കുറയ്ക്കുമ്പോൾ ബാക്കിയുള്ളതാവൂലേ ബ്ലൂ എന്ന് പറയുന്നത്. 27ന്ന് 15 കുറയ്ക്കുക, 2 1 അല്ലേ, 12. ഓക്കെ, then അടുത്ത് ഇഫ് വി ആഡ് 3 more റെഡ് ബീഡ്, നമുക്ക് അതിലേക്ക് 3 റെഡ് ബീഡും കൂടി ആഡ് ചെയ്യാണ് കേട്ടോ. 3 റെഡ് ബീഡും കൂടെ 3 ചുവന്ന മുത്തും കൂടെ കൂട്ടി. അപ്പോൾ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ടു ഗെറ്റിംഗ് എ ബ്ലൂ ബീഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ 3 എണ്ണം കൂടി കൂട്ടുമ്പോൾ മൊത്തം 27 ഉണ്ട്. ആ 27ക്ക് 3 കൂടി കൂടുമ്പോൾ 30 അല്ലേ വരിക. എന്നിട്ട് അതിൽ നിന്ന് ബ്ലൂ കിട്ടാനുള്ള പ്രോബിലിറ്റിയാണ് ചോദിച്ചത്. ബ്ലൂവിൻ്റെ നമ്പർ എത്ര കണ്ടെത്തിയത്? നീലയുടെ എണ്ണം എത്ര കണ്ടെത്തിയത്? 12. അപ്പോൾ 12/30 ആണ്. കാരണം നീലയിലെ എണ്ണം കൂടുന്നില്ല. കൂടുന്നുണ്ടോ? കൂടുന്ന ഫുള്ള് ഏതിലാ? റെഡിലാ. 3 more റെഡ് ബീഡ് എന്നാ. 3 റെഡ് ബീഡ് കൂടി. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ബീഡ് എന്ന് പറയുന്നത് 30 ആയി മാറി. പറഞ്ഞാൽ മനസ്സിലായോ? ആ 30യിൽ ബ്ലൂ ബീഡിൻ്റെ നമ്പർ എന്ന് പറയുന്നത്, നീലമുത്തുകളുടെ എണ്ണം എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ 12/30. മനസ്സിലായോ? ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മളതിൽ ജോമെട്രിക്കൽ പ്രോബബിലിറ്റി പഠിച്ചിട്ടുണ്ട് അല്ലേ, ജാമിതീയ സാധ്യത പഠിച്ചിട്ടുണ്ട്. അതിന്ന് വരുന്ന ചോദ്യമാണ്. അപ്പോൾ അതിന്നുള്ള ചോദ്യം നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്ന്, വരച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളുണ്ട്. 2, ഏരിയ വെച്ചിട്ട്, പരപ്പളവ് വെച്ചിട്ട് ചെയ്യുന്ന ചോദ്യങ്ങളുണ്ട്. അപ്പോൾ വരച്ചിട്ട് ചെയ്യാനുള്ളതും പരപ്പളവ് വെച്ചിട്ട് ചെയ്യാനുള്ള ചോദ്യങ്ങൾ കുറേ എണ്ണം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്താൽ, ഞാൻ ഇതിന് 2 എണ്ണത്തിന് ഓരോ എക്സാമ്പിൾ വെച്ചിട്ട് ഞാനിതൊന്ന് എന്താണെന്നുള്ളതൊന്ന് പറയാം നമുക്ക്. ഇപ്പോൾ ഈ ഫിഗർ കണ്ടോ, ഇതിൽ ഇ ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ഡി സി. ഡി സിയുടെ മധ്യബിന്ദുവാണ് ഇ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഒരു കുത്തിടുകയാണെങ്കിൽ, ഒരു ഡോട്ട് ഇടുകയാണെങ്കിൽ ത്രികോണം എ ഇ ഡിക്ക് പുറത്ത് വരാനുള്ള സാധ്യത, ഇതിൻ്റെ പുറത്ത് ഡോട്ട് വരാനുള്ള പ്രോബബിലിറ്റി എന്താ, സാധ്യത എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വരയ്ക്കാം കേട്ടോ. നോക്കിക്കോളൂ, ഇത് ഒരു വര വരച്ചു. ഇപ്പം ഈ വര വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ഒരേപോലുള്ള 4 ട്രയാങ്കിൾസ് ഇവിടെ കിട്ടുന്നുണ്ട് അല്ലേ. 1 2 3 4, മൊത്തം 4 എണ്ണം ഉണ്ട് അല്ലേ. ആ 4 എണ്ണത്തിൽ ചിലപ്പോൾ ഈ നടുവത്തെ ട്രയാങ്കിൾ ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് തരികയെന്ന് വെച്ചോ, നടുവത്തെ ട്രയാങ്കിൾ, അതിൽ ഡോട്ട് വരാനുള്ള പ്രോബിലിറ്റി എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 4 എണ്ണത്തിൽ ഇവിടെ 2 എണ്ണം ഉണ്ട്. അപ്പോൾ 2/4. ഇവിടെ അതല്ല ചോദ്യം. എന്താ, അത് എ ഇ ഡിക്ക് പുറത്താവാനുള്ള സാധ്യത ചോദിച്ചത്. ഈ എ ഇ ഡിയുടെ പുറത്ത്, എ ഇ ഡിയുടെ പുറത്തുള്ള ഭാഗം എന്ന് പറയുന്നത് ഇതും അല്ലേ, അതിൻ്റെ പുറത്തുള്ളത്. അപ്പോൾ ഇത് ഇവിടെ 2 എണ്ണം ഉള്ളത്. മൊത്തം ഇവിടെ 4 പാർട്ടുണ്ട്. 1 2 3 4. ആ 4 എണ്ണത്തിൽ ഇത് 2 ഉള്ളത് അല്ലേ. അപ്പോൾ 2, 2/4. 2/4 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എത്ര വരും? 1/2 എന്ന് വരും. മനസ്സിലായോ? ഇപ്പോൾ ഇതിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്ന ഒരു ചോദ്യം, ഇങ്ങനെ ഒരു സ്ക്വയർ, ആ സ്ക്വയറിൻ്റെ മിഡ് പോയിന്റ് ജോയിൻ ചെയ്തു.
മിഡ് പോയിന്റ് ജോയിൻ ചെയ്തിട്ട് നടുക്ക് വേറെ സ്ക്വയർ ഉണ്ടാക്കി, ഈ സ്ക്വയർ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഈ ഫിഗറിൽ ഡോട്ട് ഇടുകയാണെങ്കിൽ ആ ഷെയ്ഡഡ് പോർഷനിൽ വരാനുള്ള പ്രോബിലിറ്റി, ആ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗത്ത് വരാനുള്ള സാധ്യത എത്രയാണെന്നൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്? അപ്പോൾ നമ്മളിങ്ങനെ വരച്ചു അല്ലേ, ഇങ്ങനെ ലൈനും വരച്ചു, ഇങ്ങനെ ലൈനും വരച്ചു. അങ്ങനെ വരച്ച സമയത്ത് നമുക്കിവിടെ മൊത്തം എത്ര ട്രയാങ്കിൾസ് ഉണ്ട് നോക്കുക. അതിൽ 1 2 3 4 5 6 7 8 ഉണ്ട്. ആ 8 ഷെയ്ഡ് ചെയ്ത് എത്ര ഉണ്ട്? 1 2 3 4. അപ്പോൾ 4/8 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ തരത്തിലുള്ള ഇങ്ങനെ വരയ്ക്കാൻ പറ്റുന്ന ചോദ്യങ്ങളൊക്കെ ആണെങ്കിൽ ഈ രൂപത്തിൽ തന്നെ വരച്ചിട്ട് ചെയ്യുക. എന്നാൽ എല്ലാ ചോദ്യവും ഇങ്ങനെ വരച്ച് ചെയ്യാൻ പറ്റണമെന്നില്ല, എസ്പെഷ്യലി സർക്കിളൊക്കെ വരുന്ന സമയത്ത്. ഇതാ ഈ ക്വസ്റ്റ്യൻ കണ്ടോ. ഓക്കെ, ഫിഗർ ഇത് ഡയമീറ്ററാണ്, ഓ സെൻറ്റർ ആണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ക്വസ്റ്റ്യൻ ഇതാണ്, ഈ ഫിഗറിൽ നമ്മൾ ഡോട്ട് ഇടുകയാണെങ്കിൽ, ഒരു കുത്തിടുകയാണെങ്കിൽ അത് ആ ഷെയ്ഡ് ചെയ്ത പോർഷനിൽ, ആ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗത്ത് ആ ഡോട്ട് വരാനുള്ള പ്രോബബിലിറ്റി, സാധ്യത എന്താണെന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം? ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പാർട്ടിൻ്റെ ഏരിയ, പരപ്പളവ്, അതിനെ ഈ ടോട്ടൽ സർക്കിളിൻ്റെ ഈ ആകെ വൃത്തത്തിൻ്റെ പരപ്പളവ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഈ ആകെ വൃത്തത്തിൻ്റെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. എടാ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന സർക്കിള് വൃത്തം എന്ന് പറയുന്നത് ഇതാ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്, ഇതൊരു സെമി സർക്കിളാണ്, അർദ്ധവൃത്താണ് അല്ലേ. ഇതിൻ്റെ റേഡിയസ് നമ്മൾ 6 ആക്കി എടുത്തു അല്ലേ. അപ്പോൾ ഞാനിവിടെ ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ എഴുതുക കേട്ടോ. ഏരിയ ഓഫ് ഷെയ്ഡഡ് പോർഷൻ എഴുതുകയാണ്. ഏരിയ ഓഫ് ഷെയ്ഡഡ് പോർഷൻ, ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തിൻ്റെ പരപ്പളവ് ഈക്വൽ ടു, നോക്കിയേ ഇത് 6 ആണെന്നാണ് പറഞ്ഞത് അല്ലേ. റേഡിയസ് നമ്മൾ 6 ആക്കി എടുത്തത്. അപ്പോൾ ഈ 2 സെമി സർക്കിൾസ് ജോയിൻ ചെയ്താൽ, ഈ 2 സെമി സർക്കിൾസ് ഇങ്ങനെ ജോയിൻ ചെയ്ത് വെക്കുകയെന്ന് വെച്ചോ, ഇതിങ്ങനെ ജോയിൻ ചെയ്ത് വെച്ചു എന്ന് വെച്ചോ. അപ്പോൾ ജോയിൻ ചെയ്ത് വെക്കുമ്പോൾ അതൊരു സർക്കിളാണ് കിട്ടുക അല്ലേ. അപ്പോൾ ആ ഒരു സർക്കിളിൻ്റെ ഏരിയ കണ്ടെത്താൻ ഇക്വേഷൻ നമുക്കറിയാം. ഏതാത്? πr² ആണ് അല്ലേ സർക്കിളിൻ്റെ ഇക്വേഷൻ. സർക്കിളിൻ്റെ ഏരിയ കണ്ടെത്താൻ ഇക്വേഷൻ πr² ആണ്. πr² ആണ്. ഇൻറ്റു നോക്കിക്കേ, ഈ സെമി സർക്കിൾസ് വെച്ചിട്ട് നമുക്ക് എത്ര സർക്കിൾ ഉണ്ടാക്കാം, എത്ര വൃത്തങ്ങൾ ഉണ്ടാക്കാം? ഇത് 2 വെച്ചിട്ട് 1, ഇത് 2 വെച്ചിട്ട് 1 അല്ലേ. അപ്പോൾ മൊത്തം 2 എടുക്കാം. ഒന്നിൻ്റെ ഏരിയ, ഒന്നിൻ്റെ പരപ്പളവാണ് πr². 2 ഏരിയ എന്ന് പറഞ്ഞാൽ 2 × πr² കേട്ടോ. 2 × πr². ഇനി അടുത്തത് നമ്മൾ ഈ വലിയ സർക്കിളിൻ്റെ ഏരിയ കാണാണ്. വലിയ സർക്കിളിൻ്റെ ഏരിയ ഓഫ് ലാർജ് സർക്കിൾ കേട്ടോ. ലാർജ് സർക്കിൾ, വലിയ വൃത്തത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കുകയാണ്. അതിന് ആ വലിയ സർക്കിളിൻ്റെ റേഡിയസ് എന്താണെന്ന് നമുക്ക് അറിയണം അല്ലേ. ഈ കാണുന്നതല്ലേ വലിയ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ ഇത് 6 ആണ്, ഇതും 6 ആണ് അല്ലേ, ഇതും 6 ആണ്, ഇതും 6 ആണ്. അപ്പോൾ വലിയ സർക്കിളിൻ്റെ റേഡിയസ്, വലിയ വൃത്തത്തിൻ്റെ ആരം എന്ന് പറയുന്നത് നോക്കി എത്ര 6 ഉണ്ട്? 1 2 3 4 6 ആണ്. 4 6 ഉണ്ട്, 4 റേഡിയസ്. ഈ 4 ചെറിയ റേഡിയസ് ചേരുമ്പോഴാണ് ഈ വലിയ സർക്കിളിൻ്റെ റേഡിയസ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ വലിയ സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് πr² തന്നെയാണ് ഇക്വേഷൻ. പക്ഷേ π ഇൻറ്റു അതിൻ്റെ റേഡിയസ് ഇപ്പോൾ കിട്ടിയത് 4r ആണ്. അപ്പോൾ πr² എന്ന് എഴുതുന്നതിന് പകരം π ഇൻറ്റു 4r² എന്ന് എഴുതാം. ഈക്വൽ ടു π ഇൻറ്റു 4ൻ്റെ സ്ക്വയർ 16, 6ൻ്റെ സ്ക്വയർ r². അപ്പോൾ ഇതാണ് ആ ലാർജ് സർക്കിളിൻ്റെ ഏരിയ. ഇനി നമുക്ക് പ്രോബബിലിറ്റി കാണാൻ, സാധ്യത കാണാം. അതിന് ഞാൻ പറഞ്ഞു നിങ്ങളോട്, ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പാർട്ടിൻ്റെ ഏരിയ, ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തിൻ്റെ പരപ്പളവ്, അതാണ് ആ മുകളിൽ എഴുതി വെച്ചത്. 2 × πr² ഡിവൈഡഡ് ബൈ ഇതിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ സർക്കിളിൻ്റെ ആകെ ഏരിയ, അതാണ് എഴുതി വെച്ചത്. π ഇൻറ്റു 16 × r² എന്നുള്ളത്. ഇനി ഇത് കട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യണമാണ് ഇതിൻ്റെ ആൻസർ. എങ്ങനെ കട്ട് ചെയ്യുക പറഞ്ഞേ. ഇതിൽ നമുക്ക് പൈയും കട്ട് ചെയ്യാം അല്ലേ, പൈയും കട്ട് ചെയ്യുക. പിന്നെയോ r² കട്ട് ചെയ്യുക, r² കട്ട് ചെയ്യുക അല്ലേ. ഇനി 2ഉം 16ഉം കട്ട് ചെയ്യുക. ഇവിടെ 8 അല്ലേ വരിക. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് ആൻസർ ഏതാ? ചില ആൾക്കാർ ഇതിന് 8 എന്ന് ആൻസർ എഴുതി വെക്കും. അല്ല കേട്ടോ, കാരണം ഇത് മുകളിലത്തെ വെട്ടിപ്പോയി എന്ന് വെച്ചിട്ട് ഈ 8 ഇങ്ങനെ പൊന്തി വരുന്നില്ല. ഇതിൻ്റെ മുകളിലത്തെ ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ അവിടെ 1 ഉണ്ടാവും. ബൈ താഴത്തെ ഇവിടെ ആരാ ഉള്ളത്? 8. അപ്പോൾ ആൻസർ 1/8. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പാർട്ടിൻ്റെ ഏരിയ, ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തിൻ്റെ പരപ്പളവിനെ ഈ ടോട്ടൽ സർക്കിളിൻ്റെ ഏരിയ കൊണ്ട്, ഈ ആകെ വൃത്തത്തിൻ്റെ പരപ്പളവ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇതിൻ്റെ പ്രോബബിലിറ്റി കിട്ടും, സാധ്യത കിട്ടും. അപ്പോൾ 2 × πr². ഇവിടെയാണെങ്കിൽ ഇത്
റേഡിയസ് 1 ആണ് അല്ലേ, ഇവിടെയും റേഡിയസ് ആണ്, ഇവിടെയും റേഡിയസ് ആണ്, ഇവിടെയും റേഡിയസ് ആണ്. ടോട്ടൽ 4 r ഉണ്ടാവും. അപ്പോൾ പൈ ഇൻറ്റു 4r², പൈ ഇൻറ്റു 16 ഇൻറ്റു r² എന്ന് വരും. എന്നിട്ട് ഈ ആൻസറിനെ ഈ ആൻസർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. പൈയും ക്യാൻസൽ ചെയ്തു, 2ഉം 16ഉം ക്യാൻസൽ ചെയ്തു, 8 r²ഉം ക്യാൻസൽ ചെയ്തു. ആൻസർ ഈസ് 1/8. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 1 ഈസ് ആസ്ക്ഡ് ടു സേ എ നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം 5 to 30. ഒരാളോട് 5 മുതൽ 30 വരെയുള്ള എണ്ണസംഖ്യകൾ ഏതെങ്കിലും ഒന്ന് പറയാൻ ആവശ്യപ്പെടുകയാണ്. ഇയാൾ പറയുന്ന സംഖ്യ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഇറ്റ് ബീങ് ആൻ ഈവൻ നമ്പർ? ഇയാൾ പറയുന്ന സംഖ്യ ഒരു ഇരട്ട സംഖ്യ ആകാനുള്ള സാധ്യത എന്താ? അപ്പോൾ ഈ 5 മുതൽ 30 വരെയുള്ള നമ്പേഴ്സിൽ, 5 മുതൽ 30 വരെയുള്ള നമ്പേഴ്സിൽ നമുക്ക് എത്ര സംഖ്യകളുണ്ട്? 25 സംഖ്യ ഉണ്ട് അല്ലേ. 5 മുതൽ 30 വരെയുള്ള സംഖ്യകൾ നിരത്തി എഴുതുകയാണെങ്കിൽ 25 സംഖ്യ ഉണ്ട്. ആ 25 സംഖ്യയിൽ പറയുന്ന സംഖ്യ എന്തായിരിക്കണം? ഈവൻ നമ്പർ ആയിരിക്കണം, ഇരട്ട സംഖ്യ ആയിരിക്കണം. എങ്ങനെയായി കണ്ടെത്തുക? നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഫുള്ള് എഴുതി നോക്കിയിട്ട് കണ്ടെത്താം. ഇനി അതല്ലെങ്കിൽ 24 സംഖ്യ ഉണ്ടെങ്കിൽ 12ഉം 12ഉം ആവും. ഈവൻ നമ്പറും ഓഡ് നമ്പറും, ഒറ്റ സംഖ്യ ഇരട്ട സംഖ്യയും 12ഉം 12 ആവും 24 സംഖ്യ ഉണ്ടെങ്കിൽ. 25 സംഖ്യ ഉണ്ടെങ്കിൽ 25ാമത്തെ സംഖ്യ എന്ന് പറയുന്നത് ഈ ഏത് സംഖ്യ? 5 മുതൽ 30 വരെയുള്ള സംഖ്യ. ആ 5 മുതൽ 30 വരെയുള്ള സംഖ്യകളിൽ മൊത്തം എത്ര സംഖ്യ ഉണ്ടെന്നാ പറഞ്ഞ? 25 സംഖ്യ ഉണ്ട് അല്ലേ. അപ്പോൾ 25 എന്ന് പറയുമ്പോൾ നോക്ക്, 5ൽ തുടങ്ങി അല്ലേ. 5, 6, 7, 8, 9, 10. ഇതിങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ, ഇത് പറയാൻ വേണ്ടിയിട്ട് എഴുതുകയാണ്. 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30. ഇത്രയും സംഖ്യ ഉണ്ട് അല്ലേ. ഇത് മൊത്തം 25 സംഖ്യ ഉണ്ട്. അപ്പോൾ ആ 25 സംഖ്യയിലാണ് നമ്മൾ പ്രോബിലിറ്റി പറയുക. ഇയാൾ പറയുന്ന സംഖ്യ എന്തായിരിക്കണം? ഒരു ഈവൻ നമ്പർ ആയിരിക്കണം. ഇതിൽ ഈവൻ നമ്പർ എത്ര വരിക നോക്കി? 1 അല്ലേ, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13 അല്ലേ. അപ്പോൾ 13. അപ്പോൾ സാധ്യത എന്ന് പറഞ്ഞാൽ 25 13. ഇത് നമുക്ക് എഴുതി നോക്കാതെ എങ്ങനെ കണ്ടുപിടിക്കുക? ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ മൊത്തം 25 സംഖ്യകളിൽ ഇപ്പോൾ 24 സംഖ്യ ഉണ്ടെങ്കിൽ നമുക്കത് പകുതിയായിട്ടാണ് വരിക അല്ലേ. പകുതിയായിട്ടാണ് വരിക. അതായത് 12 12ആയിട്ടാണ് വരിക. ഇനി ഈ 25 സംഖ്യ ഉണ്ടെങ്കിൽ 25 സംഖ്യയിൽ 25ാമത്തെ സംഖ്യ എന്ന് പറയുന്നത് ഏതാ? 25ാമത്തെ സംഖ്യ എന്നുള്ളത് 30 ആണ്. ആ 30 എന്ന് പറഞ്ഞാൽ ഈവൻ നമ്പറാണ്. 12 ഈവൻ നമ്പർ ഉണ്ടെങ്കിൽ, 12 ഇരട്ട സംഖ്യ ഉണ്ടെങ്കിൽ അതിൽ 30ാമത്തെ സംഖ്യ ആയിട്ടുള്ള ഈ 30ഉം കൂടി ചേരുമ്പോൾ മൊത്തം എത്ര സംഖ്യ ഉണ്ടാവും? 13 സംഖ്യ ഉണ്ടാവും. അപ്പോൾ സാധ്യത എന്ന് പറഞ്ഞാൽ 13/25 എന്ന് വരും. അപ്പോൾ അത് ഇങ്ങനെ എഴുതി നോക്കേണ്ടതില്ല, ഞാനിത് പറയാൻ വേണ്ടിയിട്ട് എഴുതിയെന്നുള്ളൂ അല്ലേ. ഇത് ഇതാണ്ടോ ലാസ്റ്റത്തെ നമ്പർ, ഇതും കൂടെ അഡീഷണലായിട്ട് വരുമ്പോൾ 24 സംഖ്യയാണുള്ളതെങ്കിൽ പകുതിയായി വരിക. 25ാമത്തെ സംഖ്യ ഇവിടെ 30 ആണ്. 30 ഈവൻ നമ്പറാണ്. അപ്പോൾ അതിൽ 1 കൂടും കേട്ടോ, 13 സംഖ്യ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഇറ്റ് ബീങ് എ പ്രൈം നമ്പർ? പ്രൈം നമ്പർ അതായത് അഭാജ്യ സംഖ്യ ആകാനുള്ള സാധ്യത എന്താണെന്നാണ് ചോദിച്ചത്. പ്രൈം നമ്പർ അഭാജ്യ സംഖ്യ. എന്താ പ്രൈം നമ്പർ അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞാൽ? 1 കൊണ്ടും അതേ നമ്പർ കൊണ്ടും മാത്രം ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറിനെ നമ്മൾ പറയുന്ന പേരാണ് പ്രൈം നമ്പർ, അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത്. ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ഏതാ? ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ഏതാ? 2 ആണ് കേട്ടോ, 1 അല്ല 2 ആണ്. ഓക്കെ, കാരണം ഈ 2 എന്ന് പറഞ്ഞ നമ്പറിനെ നിങ്ങൾക്ക് 1 കൊണ്ടും 2 കൊണ്ടും മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. 3 എന്ന് പറഞ്ഞ നമ്പറിനെ നിങ്ങൾക്ക് 1 കൊണ്ടും 3 കൊണ്ടും മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് 2ഉം 3ഉം ഒക്കെ പ്രൈം നമ്പർ ആവുന്നത്, അഭാജ്യ സംഖ്യ ആവുന്നത്. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ പ്രൈം നമ്പർ എന്ന് പറയുന്നത് 2 ആണ് കേട്ടോ, 1 അല്ല. ദെൻ 6 പ്രൈം നമ്പർ ആണോ? അല്ല. കാരണം 6നെ നിങ്ങൾക്ക് എന്തുകൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്യുക? 1 കൊണ്ടും 2 കൊണ്ടും 3 കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 6 പ്രൈം നമ്പർ അല്ല, അഭാജ്യ സംഖ്യ അല്ല. ഇവിടെ നമുക്ക് 5 തൊട്ടുള്ള പ്രൈം നമ്പേഴ്സ് ആണ്. അപ്പോൾ 5 തൊട്ട് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ 5 തന്നെ അല്ലേ. അപ്പോൾ അത് നമുക്കൊന്ന് എഴുതി നോക്കണം കേട്ടോ, 5 തന്നെ. പിന്നെ അടുത്ത ഏതാ? 6 പറ്റില്ല,
7 പറ്റും, 8 പറ്റില്ല, 9 പറ്റില്ല. ചിലപ്പോൾ 9ഒക്കെ തോന്നും നമുക്ക്, പക്ഷെ 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തൂടെ? 10. പിന്നെ അടുത്ത് 11 11 കഴിഞ്ഞിട്ട് 12 പറ്റില്ല, 13 പറ്റും, 14 പറ്റില്ല, 15 പറ്റില്ല, 16 പറ്റില്ല, പിന്നെ അടുത്ത് 17 18 പറ്റില്ല, പിന്നെ ഉള്ളത് 19 20 പറ്റില്ല, 21 പറ്റില്ല, 22 പറ്റില്ല, 23 പറ്റും അല്ലേ? പിന്നെ 24 പറ്റില്ല, 25 പറ്റില്ല, 26 പറ്റില്ല, 27 എഴുതാൻ തോന്നും. 27 9 × 3 എഴുതി കൂടെ. അപ്പോൾ 27 പറ്റില്ല, 28 പറ്റില്ല, പിന്നെ ഉള്ളത് 29 പിന്നെ 30 അല്ലേ? 30 പറ്റില്ല. അപ്പോൾ അതുവരെ ഉള്ളൂ. അപ്പോൾ 1 2 3 4 5 6 7 8 അല്ലേ? അപ്പോൾ മൊത്തം 8 സംഖ്യ ഉണ്ട്. 8 ആകെ 25 ഉള്ളത്. അപ്പോൾ 8/25 എന്ന് എഴുതും. അപ്പോൾ അതാണ് ആ ചോദ്യത്തിൻ്റെ ആൻസർ കേട്ടോ. ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇത് നമ്മുടെ ആ മോർ പെയേഴ്സ് എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് വന്ന ചോദ്യമാണ്. അപ്പോൾ ഈ ചോദ്യം ഉറപ്പായിട്ടും ഇതുപോലത്തെ ചോദ്യമാണ് സാധാരണ എക്സാമുകൾക്ക് വരാറുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുക എന്നുള്ളത് നിങ്ങൾ പഠിക്കുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലും ഉണ്ട് ഇതുപോലത്തെ ഒരു ഗേൾസ് ബോയ്സ് എന്നൊക്കെ വെച്ചിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഈ ചോദ്യം എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ദർ ആർ 20 ബോയ്സ് ആൻഡ് 25 ഗേൾസ് ഇൻ 10th A. 10th Aയിൽ 20 ബോയ്സും ഉണ്ട്, അതുപോലെ തന്നെ 25 ഗേൾസും ഉണ്ട്. 10th Bയിൽ 30 ബോയ്സ് ആൻഡ് 20 ഗേൾസ്, 20 ഗേൾസും ഉണ്ട്, അതുപോലെ തന്നെ 30 ബോയ്സും ഉണ്ട്. ഓക്കെ, 1 സ്റ്റുഡൻറ്റ് ഈസ് ടു ബി ചൂസൺ ഫ്രം ഈച്ച് ക്ലാസ്. ഓരോ ക്ലാസ്സിൽ നിന്ന് ഒരു കുട്ടിയെ വീതം തിരഞ്ഞെടുക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ സെലക്ഷൻസ്? വ്യത്യസ്തമായ എത്ര രീതിയിൽ കുട്ടികളെ തിരഞ്ഞെടുക്കാം? ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത്, ആകെ ജോഡികളുടെ എണ്ണം. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിന് ഇതുപോലെ ടേബിളാക്കി മാറ്റിയാൽ ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ. ഇത് ഗേൾസ് ആണ്, ഇത് ബോയ്സ് ആണ്. ഇതിൽ മൊത്തം 45 പേരും ഇതിൽ മൊത്തം 50 പേരും. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് എന്ന് പറയുന്നത് 45 × 50 ആണ്. 45 × 50 എന്ന് പറഞ്ഞാൽ 2250 എന്ന് വരും. ഓക്കെ, ഇതാണ് പോസിബിൾ സെലക്ഷൻസ്. ആകെ എത്ര വ്യത്യസ്ത രീതിയിൽ കുട്ടികളെ തിരഞ്ഞെടുക്കാമെന്നാണ് ചോദിച്ചത്. അപ്പോൾ 2250 രീതിയിൽ കുട്ടികളെ തിരഞ്ഞെടുക്കാം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീങ് ബോയ്സ്? രണ്ടും ബോയ്സ് ആവാനുള്ള പ്രോബബിലിറ്റി. അത് നമുക്ക് രണ്ടും ബോയ്സ് ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് ഔട്ട് ഓഫ് 2250 2250 പറയുക. ഓക്കെ, അപ്പോൾ രണ്ടും ബോയ്സ് എന്ന് പറഞ്ഞാൽ ഈ രണ്ടും ബോയ് ആയിട്ടുള്ളത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക, അതായത് 20 × 30. മനസ്സിലായോ? രണ്ടും ഗേൾസ് എന്ന് പറയുകയാണെങ്കിലോ 25 × 20 ചെയ്യുക. രണ്ടും ബോയ്സ് എന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് നമ്മൾ എഴുതിയത് 20 × 30 ആണ്. അപ്പോൾ ഇത് 600 എന്നല്ലേ വരിക? 600 / 2250. ഓക്കെ, ഇത് സിംപ്ലിഫൈ ആണെങ്കിൽ സിംപ്ലിഫൈ ചെയ്യുക, ചെയ്തില്ല വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ സിംപ്ലിഫൈ ചെയ്താണ്ട് ആൻസർ തെറ്റിക്കരുത്. ഓക്കെ, ദെൻ അടുത്തത് സി ക്വസ്റ്റ്യൻ. സി ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് 1 ബീങ് എ ബോയ് ആൻഡ് 1 ബീങ് എ ഗേൾ? ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ആകാനുള്ള സാധ്യത ചോദിച്ചത്. അപ്പോൾ ഔട്ട് ഓഫ് 2250 ഒരു ബോയും ഒരു ഗേളും രണ്ടും മിക്സ് ചെയ്ത് വരണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് രണ്ടും ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 25 × 30 എന്ന് വരും. 25 × 30 എന്ന് വരും. പ്ലസ് ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 20 × 20 എന്ന് വരും. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു 25 × 30 എന്ന് പറഞ്ഞാൽ 750 എന്ന് വരും. പ്ലസ് 20 × 20 എന്ന് പറഞ്ഞാൽ 400 വരും. ഡിവൈഡഡ് ബൈ 2250. ദാറ്റ്സ് ഈക്വൽ ടു ഇത് ആഡ് ചെയ്യുമ്പോൾ ഇതാ വരിക അല്ലേ? 1150 ഡിവൈഡഡ് ബൈ 2250 എന്ന് വരും. ഇതാണ് 1 ബോയ് ആൻഡ് 1 ഗേൾ. അതായത് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, മറക്കരുത്. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് ഇത് രണ്ടും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഡി ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 ബീങ് എ ഗേൾ? ഒരാളെങ്കിലും പെൺകുട്ടി ആകാനുള്ള സാധ്യത എത്രയാണ്? ഒരാളെങ്കിലും പെൺകുട്ടി ആകാനുള്ള സാധ്യത എത്രയാണെന്നല്ലേ ചോദിച്ചത്. നമുക്കിതിലേ മൊത്തം പെയർ എന്ന് പറയുന്നത് 2250 ആ 2250 ഒരാളെങ്കിലും പെൺകുട്ടി ആവണം.
അപ്പോൾ ഒരാളെങ്കിലും പെൺകുട്ടി ആകണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ രണ്ടും പെൺകുട്ടികളാവാം, അതല്ലെങ്കിൽ ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയാവുക. ഒരാളെങ്കിലും ആയാൽ പോരെ, പക്ഷേ രണ്ടും ആൺകുട്ടിയാവാൻ പാടുണ്ടോ? ഇല്ല. അപ്പം മൊത്തം പേര് 2250 അതിൽ നിന്ന് രണ്ടും ആൺകുട്ടികളായിട്ടുള്ള എത്ര പേരുണ്ട്? 600 പേരുണ്ട്. അപ്പം ആ 600 പേർ അതിൽ നിന്ന് അങ്ങോട്ട് മൈനസ് ചെയ്യുക. മനസ്സിലായോ? രണ്ടും അറ്റ്ലീസ്റ്റ് 1 ഗേൾ എന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ അറ്റ്ലീസ്റ്റ് 1 ബോയ് എന്നാണെങ്കിൽ ആ രണ്ടും ഗേളായിട്ടുള്ളത് മൈനസ് ചെയ്യുക. പറഞ്ഞാൽ മനസ്സിലായോ? അതായത് രണ്ടും ബോയ്സ് ആയിട്ടുള്ള പെയർ ഇതിൽ ഉണ്ടാവരുത്, അറ്റ്ലീസ്റ്റ് 1 ഗേൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു പെൺകുട്ടിയെങ്കിലും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രണ്ടും ബോയ്സ് ആയിട്ടുള്ളത് അതിനാണ് മൈനസ് ചെയ്തു. അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ 200 2250 എത്ര മൈനസ് ചെയ്യേണ്ടത്? 600 അല്ലേ? 600 മൈനസ് ചെയ്തു. 0.5 16 അല്ലേ? അപ്പം 1650 ഡിവൈഡഡ് ബൈ 2250. ഓക്കെ, ഇതാണ് ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലത്തെ ചോദ്യങ്ങൾ ചെയ്തു നോക്കുക. ടെക്സ്റ്റ് ബുക്കിലുണ്ട് കേട്ടോ അതേ രൂപത്തിലുള്ള ചോദ്യം. ഇത് എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ ഈ രീതിയിലൊക്കെ ആയിരിക്കും ഈ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് സാധ്യതകളുടെ ഗണിതം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് ചോദ്യങ്ങൾ വരിക. നന്നായിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. ഓക്കെ.